ക്വസ്റ്റ്യൻ 1. റിലേഷൻഷിപ്പിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ മൂന്നാമതൊരാളുടെ ആവശ്യമുണ്ട്. ക്വസ്റ്റ്യൻ നമ്പർ 2. പാർട്ട്നേഴ്സ് എല്ലാ കാര്യവും പരസ്പരം തുറന്നു പറയണം. ക്വസ്റ്റ്യൻ നമ്പർ 3. കുടുംബജീവിതമാകുമ്പോൾ അറിഞ്ഞും കണ്ടും പഠിച്ചും എല്ലാം ശരിയാകും. റിലേഷൻഷിപ്പിനെ കുറിച്ച് ആളുകൾക്കുള്ള ചില ധാരണകൾ നമുക്കൊന്ന് നോക്കാം. അറിയണമല്ലോ അവയിൽ എത്രമാത്രം ശരിയുണ്ടെന്ന്. ക്വസ്റ്റ്യൻ 1. റിലേഷൻഷിപ്പിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ മൂന്നാമതൊരാളുടെ ആവശ്യമുണ്ട്. എല്ലായ്പ്പോഴും ശരിയല്ലെങ്കിലും മൂന്നാമതൊരാളുടെ ആവശ്യമുണ്ട് എന്നത് ശരിയാണ്. പക്ഷേ ഇത് ആരാണ് എന്നുള്ളത് പ്രധാനമാണ്. ഒരു സുഹൃത്തോ ബന്ധുക്കളിൽ ആരെങ്കിലുമോ ആണ് മധ്യസ്ഥത വഹിക്കുന്നത് എങ്കിൽ ഒരു വ്യക്തിയുടെ മാത്രം പക്ഷാപാതം കാണിക്കാൻ സാധ്യതയുണ്ട്. പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഒരു പ്രൊഫഷണലിന്റെ സഹായം തേടുന്നതാണ് നല്ലത്. ക്വസ്റ്റ്യൻ നമ്പർ 2. പങ്കാളികൾ എല്ലാ കാര്യവും പരസ്പരം തുറന്നു പറയണം. അതിൻ്റെ ആവശ്യമില്ല. വ്യക്തിപരമായി ഓരോ മനുഷ്യനും പ്രൈവസി ഉണ്ട്. ചില കാര്യങ്ങളിൽ മറ്റേതെങ്കിലും വ്യക്തിയുടെ, അതായത് പുറത്തുള്ള ഒരാളുടെ പ്രൈവസി കൂടി വയലേറ്റ് ചെയ്യുന്ന പ്രശ്നങ്ങളും ഉണ്ടാകും. എന്തൊക്കെ പറയണം എന്തൊക്കെ പറയണ്ട എന്ന ധാരണ പങ്കാളികൾക്കിടയിൽ ഉണ്ടാവേണ്ടതാണ്. ക്വസ്റ്റ്യൻ നമ്പർ 3. കുടുംബജീവിതമാകുമ്പോൾ അറിഞ്ഞും കണ്ടും പഠിച്ചും എല്ലാം ശരിയാകും. തെറ്റായ ധാരണയാണിത്. രണ്ട് വ്യത്യസ്ത സാഹചര്യങ്ങളിൽ നിന്ന് വരുന്ന രണ്ട് വ്യത്യസ്ത മനുഷ്യരാണ് ഒരുമിച്ച് ജീവിക്കാൻ പോകുന്നത്. അതിനാൽ വിവാഹത്തിന് മുന്നേ തന്നെ വിവാഹിതരാകാൻ പോകുന്നവർ ഒരു കൗൺസിലിംഗ് സെഷൻ, അതായത് പ്രീ മാരിറ്റൽ കൗൺസിലിംഗ് അറ്റൻഡ് ചെയ്യേണ്ടതാണ് ഏറ്റവും ആവശ്യം. ബന്ധങ്ങളെക്കുറിച്ച് നിങ്ങൾക്കും ഇതുപോലുള്ള ധാരണകളില്ലേ? നിങ്ങളുടെ സംശയങ്ങൾ കമന്റിലൂടെ ചോദിക്കൂ. മറുപടി അടുത്ത റീലിൽ ഞങ്ങൾ പറയാം.